നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ശ്രോതാക്കളെ. ഞാൻ ബോണിയാണ്. വയനാട് പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ, അതായത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലിൻ്റെയും പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സംഭവ വികാസങ്ങളുടെ കുറിച്ച് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായി, ഒട്ടേറെ പേർ അനാഥരായി, ഒട്ടേറെ പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതുകൂടാതെ ഒട്ടേറെ പേർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ്, ആധുനിക കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടത്, അഭിമുഖീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്നോടൊപ്പം ഡോക്ടർ ജെ ഉദയകുമാർ, അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസറാണ്, ജിയോളജി വകുപ്പാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തത്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. എന്നോടൊപ്പം ഉള്ളത് ഫാദർ ജോസ് പുത്തംവീടാണ്, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, കട്മ മാത നാഷണൽ കോളേജ്, റിട്ടയർഡ് ആണ്. അദ്ദേഹം നമ്മുടെ ഈ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് സംസാരിക്കാനായിട്ട് കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ അൻസു ആനന്ദ്, അദ്ദേഹം സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ, ബാസന ഹോസ്പിറ്റൽ, കൊല്ലം. അപ്പോൾ അത് നമ്മുടെ വൈദ്യസഹായം എന്തൊക്കെ ഈ അവസരത്തിൽ നൽകണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ സർ, നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി, ഇതിന്റെ കാരണങ്ങൾ എന്താണ്? പല കാരണങ്ങളും ഇപ്പോൾ വിദഗ്ധർ പലതും ഒക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഇത് ചെറിയൊരു ഉരുൾപൊട്ടലായിരുന്നു, നേരത്തെ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അങ്ങനെ ഒരു ചെറിയൊരു ഡാം കണക്ക് ഫോം ചെയ്തു, അതിനെ തുടർന്ന് അതെല്ലാം കൂടെ പൊട്ടി ഒലിച്ചു വന്നു. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം? ശരിക്കും ഈ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ കാണുന്ന മലനിരകളിൽ കാണുന്ന ഈ പ്രതിഭാസം, ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസം, യഥാർത്ഥത്തിൽ അതൊരു പ്രകൃതി പ്രതിഭാസം തന്നെയാണ്. വളരെ പ്രകൃത്യാ ഉള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ചരിവാണ്. അതുപോലെ തന്നെ ആ പ്രദേശത്തിന്റെ ചരിവ് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ, എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ഈ പ്രാഥമികമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് ഈ പറഞ്ഞത്. അതിനെ കൂടാതെ ഈ ഭൂഗുരുത്വ ആകർഷണ ബലത്തിന്റെ അതിന് വിധേയമായി ഒരു ചരിവിൽ ഉള്ള വസ്തുക്കൾ, ഇപ്പൊ അത് പാറ, മണ്ണ്, മണല്, ചെളി, ഇതെല്ലാം കൂടി ചേർന്ന വസ്തുക്കൾ, അതിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഈ ചരിവിലൂടെ ഭൂഗുരുത്വ ആകർഷണ ബലം വഴി താഴേക്ക് നിരങ്ങി ഇറങ്ങുന്നതാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉരുൾപൊട്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതില് ഈ പ്രാഥമിക കാരണങ്ങൾക്ക് പുറമെ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ജലത്തിന്റെ റോളാണ്, ജലം വഹിക്കുന്ന റോളാണ്. അപ്പൊ അതാണ് കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇപ്പൊ നമ്മള് വയനാട് നടന്ന ദുരന്തം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നടന്ന ദുരന്തത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് മഴയാണ്. അപ്പോൾ മഴ ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത മഴ സാധാരണ എന്ന ചോദിക്കും, മുമ്പ് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ? മുമ്പ് മഴ പെയ്യുമായിരുന്നു. നമുക്ക് കിട്ടുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കഴിഞ്ഞ ഒരു 20 വർഷമായി, ഏകദേശം 20 വർഷമായി ആ കാലവർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്ത് ഒരു ചെറിയ സ്ഥലത്ത് കൂടുതൽ അളവിൽ മഴ പെയ്യുന്നതാണ്. മേഘങ്ങളുടെ ഘടനയിലൊക്കെ വന്ന് ഭവിച്ചിട്ടുള്ള നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് കുറഞ്ഞ സമയത്ത് ചെറിയൊരു പ്രദേശത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴ ഒരു ദിവസം കൊണ്ട്, ഒരു 15 ദിവസം കൊണ്ട് പെയ്യേണ്ടുന്ന മഴ ഒരു ദിവസം കൊണ്ട് പെയ്യുക പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വെള്ളം വളരെ പെട്ടെന്ന് ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഉള്ള മണ്ണിലേക്ക് ഊർന്നിറങ്ങി മണ്ണ് കുതിർന്ന് അതിന്റെ ബലം നഷ്ടപ്പെടുകയാണ്, അതിന് പിടിച്ചു നിൽക്കാനുള്ള ബലം നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്, പശ്ചിമഘട്ട മലനിരകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കട്ടിപ്പാറ കൊണ്ടാണ്. ഈ കട്ടിപ്പാറയുടെ പുറത്ത് വളരെ കനം കുറഞ്ഞ
പിന്നെ മണ്ണിന്റെ സ്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മണ്ണിന്റെ പിന്നെ ലെയറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു മിക്കവാറും പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 1.5 മീറ്റർ 2 മീറ്റർ ഒക്കെ മാത്രമേ മണ്ണിന് കനമുള്ളൂ. അതിന് താഴെ കട്ടിപ്പാറയാണ്. ഈ കട്ടിപ്പാറയും മണ്ണും തമ്മിൽ ഉള്ള അതിനിടയ്ക്കുള്ള ആ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പിന്നെ വിഘടിച്ച പാറയാണ്. അതായത് ശിലാപക്ഷയം എന്ന് പറയും, വെതറിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്. പാറ പൊടിഞ്ഞാണല്ലോ മണ്ണാകുന്നത്. അപ്പൊ ഈ പാറ മണ്ണാകുന്നതിന് വേണ്ടി പാറ പൊടിഞ്ഞു തുടങ്ങുന്ന ഒരവസരത്തിൽ അത് പിന്നെ ഈ പാറയ്ക്ക് അകത്തടങ്ങിയിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾക്കുള്ള പിന്നെ ഗ്രാനൈറ്റ് പോലെയുള്ള പാറകൾക്ക് അകത്തടങ്ങിയിരിക്കുന്ന ഫെൽസ്പാർ എന്ന് പറഞ്ഞൊരു ധാതു ഉണ്ട്. ഈ ധാതു ഈ ശിലാപക്ഷയം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിഘടിച്ച് കളിമണ്ണായി മാറും നേരിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മണ്ണിനും കട്ടിപ്പാറയ്ക്കും ഇടയിൽ കളിമണ്ണിന്റെ നല്ല ഒരു ലെയർ ഉണ്ട്. ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നതിലേക്കാണ് മഴവെള്ളം വളരെ പെട്ടെന്ന് അകത്തേക്ക് ഊർന്നിറങ്ങുന്നത്. അപ്പൊ ഒരു ഗ്രീസ് ഇട്ടതുപോലെ ആയിത്തീരും ഈ മണ്ണും അതിന് മുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും അടങ്ങുന്ന ഒരു ലെയറും കട്ടിപ്പാറയും ഇടയിൽ ഈ കളിമണ്ണും കൂടി വരുമ്പോ ഇതിന് പിന്നെ നമ്മള് എണ്ണ ഒഴിച്ചതുപോലെ അല്ലെങ്കിൽ ഗ്രീസ് ഒഴിച്ചതുപോലെ ആകും. ഇത് വളരെ പെട്ടെന്ന് സ്ലോപ്പും കൂടി ആവുമ്പോൾ, ഭൂഗുരുത്വ ബലവും കൂടി ആവുമ്പോൾ വളരെ പെട്ടെന്ന് ഒലിച്ച് താഴേക്ക് പോകുന്നതാണ് ഈ പ്രതിഭാസം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് ആക്ച്വലി നേരത്തെ മൂന്നാറിലൊക്കെ സംഭവിച്ച കണക്ക് ഒരു ചെറിയൊരു ഡാം കണക്ക് ഫോം ചെയ്ത്, നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നൊരു ഡാം ഫോം ചെയ്ത് അതിനകത്തോട് വെള്ളം കളക്ട് ചെയ്ത് പിന്നെ അത് വീണ്ടും രണ്ടാമത്തെ പൊട്ടൽ, അത് ഇതിനു മുമ്പ് 3 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ 2020 മുമ്പുണ്ടായി, തൊട്ട് മുമ്പ്. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതും ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് പിന്നെ ഭൂവിനിയോഗത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വഴി ഈ ശരിക്കും ഒരു പ്രദേശത്ത് ഇപ്പൊ മനുഷ്യവാസം ഇല്ലാത്ത ഒരു പ്രദേശത്താണെങ്കിൽ കുന്നിൻ മുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സൈലന്റ് വാലിയിൽ മനുഷ്യൻ ചെന്നിട്ടില്ലാത്ത, മനുഷ്യ സ്പർശം ഏൽക്കാത്ത ഒരു ഭാഗത്ത് ഒരു കുന്നിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വീഴുന്ന മഴവെള്ളം ആദ്യം ഒലിച്ചു പോകുന്ന ഒരു കുഞ്ഞരുവിയായിട്ടായിരിക്കും. അതിന് ഫസ്റ്റ് ഓർഡർ റിവർ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞു നദി എന്ന് പറയാം, ജനിച്ച് വീഴുന്ന ഒരു നദിയാണ്. അപ്പൊ ആ നദിയെ കൂടെ ഒഴുകിയിട്ട് അത് 3-4 ചേർന്ന് കുറച്ചുകൂടെ വലുതായി, അത് വീണ്ടും കുറെ എണ്ണം ചേർന്ന് കുറച്ചുകൂടെ വലുതായി. ഇതൊരു പ്രകൃതി പിന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതുവഴിയാണ് നമ്മളെ വലിയ ഒരു നദിയായിട്ട് അവസാനം ഇത് മാറുന്നത്. പക്ഷെ മനുഷ്യവാസം വന്നു കഴിയുമ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ റിവേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള ഈ കുഞ്ഞു നദിക്കുഞ്ഞുങ്ങൾ ഇല്ലാതാകുമ്പോഴത്തേക്ക് ഉപരിതലത്തിലൂടെ ഒലിച്ചു പോകേണ്ടുന്ന ജലം ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഉപരിതലത്തിലൂടെ സ്വാഭാവികമായി ഒലിച്ചു പോകേണ്ടുന്ന വെള്ളം ഒലിച്ചു പോകാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഈ മണ്ണിനടിയിലേക്ക് ഇറങ്ങുന്നതിന്റെ അളവ് കുറയുകയും മണ്ണ് അപ്പാടെ പിന്നെ കുതിർന്ന് ഭാരം കൂടി താഴേക്ക് ഈ സ്ലോപ്പിൽ കൂടി താഴേക്ക് വീഴുന്നത് കുറയാനും ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ ചോദിക്കും, പിന്നെ മനുഷ്യവാസം ഇല്ലാത്ത ഉൾവനങ്ങളിൽ പിന്നെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നില്ലേ എന്ന്. ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ആക്ച്വലി എന്റെ ഉത്ഭവ കേന്ദ്രത്തിൽ ആക്ച്വലി മനുഷ്യവാസം ഉള്ള സ്ഥലം. മനുഷ്യവാസം ഏറ്റവും മുകളിൽ മനുഷ്യവാസം ഇല്ല, പക്ഷെ അതിന്റെ താഴ്വാരങ്ങളിൽ ഇപ്പൊ ചൂരൽമല എന്ന് പറയുന്നതും മുണ്ടക്കൈ എന്ന് പറയുന്നതും ഇത് ഉത്ഭവിച്ച സ്ഥാനത്തും താഴ്വാരങ്ങളിലാണ്. ഉത്ഭവിച്ച സ്ഥലത്തിന് ഏകദേശം 2000 മീറ്ററോളം പിന്നെ ഉയരമുണ്ട്. പക്ഷെ ഈ ചൂരൽമല മുണ്ടക്കൈ എന്ന ഭാഗം ആ പ്രദേശത്തിന് 1000 മീറ്റർ പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ ഒരു 1000 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ശരിക്കും ഈ അപകടം കൂടുതൽ നടന്നിരിക്കുന്നത് ഈ താഴെ പ്രദേശങ്ങളിൽ, അവിടെയാണ് മനുഷ്യവാസം ഒഴുകി വന്ന സ്ഥലങ്ങളിൽ. ഓക്കെ, എനിക്ക് ഇനി അടുത്തത് ഒരു ദുരന്തം. ഡോക്ടർ അൻസു ആനന്ദാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഈ ഇതിന്റെ ദുരന്ത മുഖത്ത് എന്തൊക്കെ ചെയ്യണം, ഈ കണക്ക് ഒട്ടേറെ പേഷ്യൻസ് ഉടനെ അല്ല നമുക്ക് കിട്ടുകയാണ്. ഇവർ ആദ്യം ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ഇവർക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ് നൽകേണ്ടത്? അല്ല, ഇതിപ്പോ നമ്മള് ഒരു ദുരന്തം എന്ന് പറയുന്നത് പ്രതീക്ഷിതമായി വരുന്ന ഒരു സാധനമാണ്. നമ്മളൊട്ടും പ്രിപ്പയർഡ് അല്ല. ഇത് തന്നെ വളരെ 2 മണിക്കോ രാവിലെ വെളുപ്പിന് 2 മണിക്കാണ് സംഭവിച്ചത്. ഈ അപകടത്തിൽ പെടുന്നവരും അത് ഒരു പ്രതീക്ഷയില്ല. അതിനപ്പോ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇങ്ങനൊരു നമുക്കൊരു ഇത് അപ്പം പെട്ടെന്ന് വരുന്ന ഒരു സാധനത്തിനകത്ത് നമുക്ക് ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട്. ഈ അപകടത്തിലേക്ക് ചെല്ലുന്നവർ എടുക്കേണ്ട ഒരു മുൻകരുതലും കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ പോലും ഇടയ്ക്ക് വീണ്ടും വെള്ളത്തിൽ പെട്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മുടെ സുരക്ഷയും കൂടെ നോക്കുകയാണ്. അത് ഏത് ഒരു ആക്സിഡന്റ് സൈറ്റോ അല്ലെങ്കിൽ ഏതിനകത്താണെങ്കിലും ഉള്ള ഒരു പ്രൈമറി ഒരു ഇതാണ് നമ്മളെ സേഫ് ആവുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കത്തുന്നു, അതിലേക്ക് ചെന്ന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ എടുത്ത് ചാടുന്നു എന്നൊക്കെ പറയുമ്പോൾ എടുക്കേണ്ട ആ ഒരു
അതപ്പം കഴിവതും അതിനെക്കുറിച്ച് അത്രയും അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത ആൾക്കാർ തന്നെ മുൻകൈ എടുത്ത് അവരുടെ ഒരു ഓർഡർ അതില്ലേ, അവരുടെ ഒരു നേതൃത്വത്തിലോ അത് വളരെ ഇപ്പോൾ ഓൾറെഡി തന്നെ എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തുള്ളത് ഗവൺമെന്റിനുണ്ട്, സന്നദ്ധ സംഘടനകൾക്കെല്ലാം ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ അതിന് അനുബന്ധമായിട്ട് അതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇപ്പൊ ഇവർക്കിപ്പം നമുക്കറിയാം, നമ്മളവിടെ ചെല്ലുമ്പം ഒരുപാട് രോഗികളും പരിക്ക് പറ്റിയവരെല്ലാം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളും അവരെ അടിയന്തരമായി തന്നെ ചികിത്സാ സംവിധാനങ്ങൾ കൊടുക്കാനുള്ള ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും അതെല്ലാം ഇതിനോടൊപ്പം തന്നെ പോകുന്നവര് ഒരു വഴിക്ക് പോകുമ്പം തന്നെ ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ട് പിന്നീട് നമ്മളിപ്പോ ഒരു ദുരന്തം ബോധത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് അതിനകത്ത് ഈ ട്രയേജ് എന്ന് പറയും, അതെല്ലാത്തിനുമുള്ള ട്രയേജ് എന്ന് പറയുന്ന എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് അതിലൊരു തരം തിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം അതിൽ പെടുന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നു. അപ്പൊ രക്ഷപ്പെടുത്താൻ പറ്റുന്നവർക്ക് വേണം മുൻഗണന കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ചെല്ലുന്ന ആൾക്കാർ അന്നേരം കൈ കിട്ടുന്നവരെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരാളെ നമുക്ക് ചിലപ്പം ആ ടൈമിൽ നമുക്ക് രക്ഷപ്പെടുത്തിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാളെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റും. അതേസമയം അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും. ട്രയൽ ഇപ്പം യുദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇത് കണക്കുള്ള ദുരന്ത ഭൂമികളിലെല്ലാം അങ്ങനെ ചെയ്യേണ്ടി വരും. അതിനകത്ത് മിക്കവാറും അപ്പൊ അവിടെയാണ് ആക്ച്വലി പറഞ്ഞ ഇതിന്റെ പരിചയമില്ലാത്തവർ പോകാനുള്ള ഒരു പ്രശ്നം വരുന്നത്. അവര് ചിലപ്പം ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ പലപ്പോഴും അത് പറയുന്നത് ഈ കറക്റ്റ് ഇത് അറിയാവുന്ന വിദഗ്ധര് പോകണമെന്ന്, അല്ലെങ്കിൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള അതിനാണ് നമ്മൾ ഈ പട്ടാളക്കാരും അങ്ങനെ അവരൊക്കെ വരുന്നതിന്റെ അവർ ഓൾറെഡി ട്രെയിൻഡ് ആണ്. ഇത് കണക്കുള്ളതെന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ മുന്നേ പോകണം. അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചാൽ ഒരു അപ്രതീക്ഷിതമായ ഒരു സാധനമോ കാണുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ അപ്പൊ അതുപോലെ ഇപ്പം നമുക്ക് ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇത് ചെയ്യണം, ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇപ്പം പൂരുള പൊട്ടി വരുന്നു, അപ്പൊ ഇനി അതിന് തുടർച്ചയായിട്ട് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതുമെല്ലാം അപ്പം വന്നു കഴിഞ്ഞാലും അതെല്ലാം മുൻകൂട്ടി അതിനെല്ലാം നമ്മൾ ഇതെടുത്തോണ്ട് ഇതിപ്പോ കണ്ടില്ല. ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറെ പാലം ഉണ്ടാക്കുന്നവരെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് പോലും അപ്പുറത്തെ ആളുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതിൽ തന്നെ അപ്പൊ അതിനുള്ള അത് തന്നെ കുറെ സമയം എടുത്തില്ലേ ചിലർ പാലം ഉണ്ടാക്കി എടുക്കാനുള്ള സമയം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കിട്ടുന്നവരെ, അതായത് നമ്മൾ ആ ട്രയേജ് ഉപയോഗിച്ച് ആദ്യം ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനകത്തും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ അവരുടെ പരിക്ക് കൂടുതലാവാൻ പാടില്ല. ഇപ്പൊ നമുക്കിപ്പോ സ്പൈൻ ഇഞ്ചുറി, നട്ടലിലൊക്കെ ഇഞ്ചുറി വരുന്നത് അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുപോലുള്ള അതെല്ലാം മിക്കവാറും എല്ലാം നമ്മുടെ ആംബുലൻസ് അതാണ്. ഇങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ ആംബുലൻസുകൾ വേണം. അവരെ ആക്ച്വലി സ്റ്റഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ വേണം. അതുപോലെ അലേർട്ടായിരിക്കണം, ഹോസ്പിറ്റൽ അവിടെ ചെല്ലുമ്പോൾ അലേർട്ടായിരിക്കണം. അവിടുത്തെ ഈ ട്രോമ ഡിപ്പാർട്ട്മെന്റ്സ് അലേർട്ടായിരിക്കണം, തിയേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ഇക്കാര്യത്തിൽ വളരെ നല്ല ഫലപ്രദമായി ചെയ്തിരുന്നു. ഇപ്പോഴേ തന്നെ IMA പോലുള്ള സംഘടനയും എല്ലാം അതിനകത്ത് ആക്റ്റീവായി ഡോക്ടേഴ്സിന് അതിനകത്തൊന്നും ഒരു ഇതൊന്നും വന്നിട്ടില്ല. എല്ലാവരെയും നമുക്ക് പിന്നെ ശുശ്രൂഷിക്കാനും ഒക്കെ പറ്റി. പിന്നീടാണ് ട്രയേജിലാണ് പിന്നീട് നമ്മൾ ഈ ബാക്കിയുള്ള ഇപ്പോൾ ചിലപ്പോൾ അതിനകത്ത് മരിച്ചവരുണ്ടാവും, മൃതദേഹങ്ങളും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളും, അങ്ങനെ അതിനൊക്കെ ഒരു സെക്കൻഡ് അടുത്ത ഒരു ലെവലിലാണ് ഇത് കൊടുക്കേണ്ടത്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ അവിടെ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പം അവിടുന്ന് ആക്ച്വലി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലുപരിയായിട്ട് ആൾക്കാരെ അവിടുന്ന് സേഫായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല അവിടെ പോയിട്ട്. അപ്പൊ അവിടുന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ അത് കണക്ക് തന്നെ പിന്നെ ബാക്കിയുള്ള ആസ്പെക്ട് റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ നമ്മളാ പേഷ്യന്റ് ട്രയാജ് പ്രകാരം ഐഡന്റിഫൈ ചെയ്യും, അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതും കാര്യമാണ്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഒക്കെ സാധാരണ പറയാൻ പറ്റുമായിരിക്കും. അതിലോട്ട് കിടക്കുക. അപ്പോൾ ഈ ഒരു ഫാദർ ജോസഫ് പുത്തൻവീടാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറയും. ഈ പറഞ്ഞ പെട്ടെന്ന് ഒരു ട്രോമ കഴിഞ്ഞു വരുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്, ആശുപത്രിവാസികളായാലും അല്ലാതെ തന്നെ രക്ഷപ്പെട്ടവരും. ഇവരെ ഫസ്റ്റ് എയ്ഡ്, ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്തായിരിക്കും ഇവർക്ക് നൽകേണ്ടത്? ആദ്യമേ മെഡിക്കൽ ആയിട്ടുള്ള ഈ സർവീസാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ, അവരുടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും അതിനാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊല്ലത്ത് തന്നെ സുനാമി വന്നപ്പോൾ ഞാൻ ഏകദേശം 2 ആഴ്ചയോളം അവിടെ വർക്ക് ചെയ്തിരുന്നു ഈ മേഖലയിൽ. അപ്പൊ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ പഠിക്കാൻ സാധിച്ചു, ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്.
അപ്പൊ അവർ ആദ്യമായിട്ട് പോകുന്നത് ഡോക്ടറിന്റെ അടുത്താണ്. അപ്പൊ ആ സ്റ്റേജിൽ നമുക്ക് മനഃശാസ്ത്രപരമായ ഒരു സഹായം കൊടുക്കാൻ സാധ്യമല്ല. അവര് ഈ റീഹാബിലിറ്റേഷൻ ഈ ഷെഡുകളിലെ അവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുറെ കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ്ങോ സൈക്കോ തെറപ്യൂട്ടിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസോ നടത്താൻ പറ്റുന്നത്. അപ്പൊ അത് കുറച്ച് സമയമെടുക്കും. പക്ഷെ അതിന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ വേണം. ഞാനിപ്പോ ഓർത്തെടുക്കുന്നത് ഈ സുനാമി ദുരന്തം കഴിഞ്ഞ് പലർക്കും ഈ വളരെയധികം ഭയമുള്ള ഈ കാർമേഘം ഉരുണ്ടു വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയമാണ്. അവരുടെ അച്ഛനോ ഒക്കെ മരിച്ച ആ സാഹചര്യത്തില് അത് ആ രീതിയിൽ ഒരു പാനിക് ഡിസോർഡറായിട്ട് മാറുന്ന ഒരവസ്ഥ പല സ്റ്റുഡൻസിലും കാണുകയുണ്ടായി. പക്ഷെ ഈ പാനിക് ഡിസോർഡർ പോലുള്ള അല്ലെങ്കിൽ ഫോബിയ പോലുള്ള കാര്യങ്ങൾ ഒരു സാധാരണ സൈക്കോളജിസ്റ്റിന് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവര് MA കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ട് വരുന്നവർക്ക് ഈ ടോക്ക് തെറപ്പിയാണ്. അതിവിടെ ഫലപ്രദമാണെന്നില്ല. പക്ഷെ ഈ പറഞ്ഞ സൈക്കോ തെറപ്പിയിൽ ശരിക്ക് പരിചയമുള്ള പരിശീലനം കിട്ടിയ ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. മനസ്സിലായോ? അപ്പോൾ ഈ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ കുറച്ച് പരിചയമുള്ളവരാണ്. അവർ അവരുടേതായ ക്ലിനിക്കിൽ കഴിയുന്നു. ഈ ഗവൺമെന്റ് അഡ്വർടൈസ് ചെയ്യുമ്പം ഈ സൈക്കോളജി പഠിച്ച കുറച്ച് പിള്ളേരെ കൊണ്ടുവരും. അത് വലിയ ഗുണമൊന്നും വരുത്താൻ പോകുന്നില്ല. പക്ഷെ അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ ഈ പരവൂരിൽ നടന്ന സംഭവത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഇവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ ആ പ്രശ്നം മനസ്സിലാക്കി ഏത് തരത്തിലുള്ള ഫോബിയയാണ് അല്ലെങ്കിൽ പാനിക്കാണ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇന്റർവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. ഒത്തിരി ആളുകൾ കാണത്തില്ല. ഒരു പ്രതിഭാസം ഞാൻ മനസ്സിലാക്കിയത് കുറെ കഴിയുമ്പം ഈ റെസിലിയൻസ് ഉണ്ട് അവർക്ക്. ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ കഴിവ് ഉണ്ടാകാറുണ്ട്. അപ്പം വളരെ ഭൂരിപക്ഷം ആളുകൾക്ക് സഹായം വേണ്ടി വരത്തില്ല. അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരങ്ങ് അതിജീവിക്കുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒബ്സർവേഷനിൽ ശ്രദ്ധിച്ചത്, ഈ ഒത്തിരി സന്നദ്ധ സംഘടനകൾ ഓടിക്കൂടുമല്ലോ, രാഷ്ട്രീയക്കാർ വരും. അപ്പം ഈ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ കൊണ്ടുവന്ന് പമ്പ് ചെയ്യാം. മനസ്സിലായ? അങ്ങനെ വന്നപ്പം ഈ ഒരു ഇത് കിട്ടാനായിട്ടുള്ള ഒരു ആവേശം ഇവരില് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ടൂ മച്ച്. അപ്പൊ ഒരാള് വരുമ്പം ഇത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നവര് പറയും. അങ്ങനെയുള്ള ഒരു അവസ്ഥ പരാതിപ്പെടുന്ന. കാരണം സെക്രട്ടേറിയറ്റ് വരെ പോയി പരാതിപ്പെട്ട സംഭവമാണ് ഈ സുനാമി സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ കിട്ടിയാലും കിട്ടിയില്ല എന്ന് പറയുന്ന അതെ ഡിനൈൽ ചെയ്യുന്ന ഒരു പ്രതിഭാസവും ഇവരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അന്ന് ഞാൻ ആ പശ്ചാത്തലത്തിലാണ് ചിന്തിക്കുന്നത്, ഈ ഡെഡ് ബോഡി മാനേജ്മെന്റ് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ സുനാമി വന്നപ്പോഴേ ആ കളക്ടർ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് ഇവരെ ഓരോ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാനോ മോർച്ചറി എത്തിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം വന്നപ്പം ഐസ് പെട്ടികളിൽ ഇത് സൂക്ഷിച്ചു. അതൊരു ഇഷ്യൂ ആയിട്ട് മാറുകയുണ്ടായി. ഞങ്ങൾ ഇത് മീൻ സൂക്ഷിക്കുന്ന പോലെയാണോ ഞങ്ങളുടെ ആളുകളെ സൂക്ഷിക്കുന്നത്? നമ്മുടെ ഹൈവേയിൽ സമരമൊക്കെ ഉണ്ടായി, ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടായി. സോ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് വന്നത്. പിന്നെ പെട്ടെന്ന് എല്ലാ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുകയും പിന്നെ അവരുടെ സംസ്കാര ചടങ്ങ് നടത്തുകയൊക്കെ ചെയ്തു. അതും ഒരു ഭാഗമാണ് മാനേജ്മെന്റ് ഡെഡ് ബോഡി. ഒരു വലിയ ഇവിടെ എനിക്ക് അതൊരു പ്രശ്നമാണ് അല്ലേ? ഭാഗങ്ങളൊക്കെ കിട്ടുന്നു, കൂട്ടത്തോടെ ഇവിടെ ശരിക്കും കിട്ടിയില്ല. കൈയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് പ്രിസർവ് ചെയ്യണം. ഇതിന്റെ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ്. അപ്പൊ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ആക്ച്വലി പറഞ്ഞ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായാലേ പറ്റുള്ളൂ.
ഇപ്പൊ ഒരാൾ ഇപ്പം മരിച്ച് പോയ ആൾക്കാരല്ലേ എല്ലാരും മരിച്ചു പോയാൽ പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കമ്പയർ ചെയ്യാൻ ആളില്ല. ഒരാളെങ്കിലും ഇത് ചെയ്താൽ മാത്രം DNA. എന്നാൽ പോലും ഇതെല്ലാം ചെയ്യണം, ഇതിനുള്ള എല്ലാവർക്കും. അതാണ് ഞാൻ പറയാം, അതൊരു വലിയൊരു ആസ്പെക്റ്റ് ആണ്. ഒരു ചെറിയൊരു ശരീരഭാഗം കിട്ടിയാൽ പോലും അത് പ്രിസർവ് ചെയ്ത് അതിൽ നിന്ന് DNA എടുത്ത് പ്രിസർവ് ചെയ്ത് അതൊരു വലിയൊരു ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മളിപ്പം പല ദുരന്തങ്ങളിലൂടെ പോകുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്രളയം വന്നു, അത് കഴിഞ്ഞു, അപ്പൊ അതിന് മുന്നേ സുനാമി വന്നു, പ്രളയം. അപ്പൊ ദുരന്തങ്ങൾ വരണമെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പ്രകൃതി സാറ് പറഞ്ഞ പോലെ ഇതൊക്കെ പ്രകൃതിയാ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഓരോ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലും വരുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളെ പോലെ ചിലപ്പോൾ നമ്മൾ അത്ര പ്രിപ്പയർഡ് അല്ല. ഇപ്പൊ ഒരു ഇവാക്യുവേഷനോ ഒന്നും നമ്മുടെ നാട്ടില് പ്രാക്ടിക്കൽ അല്ല. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പിന്നെ ഭൂകമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ എല്ലാം കളഞ്ഞിട്ട് പോവാണ്. ഇതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം നമ്മൾ അത്രയും നാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം കളഞ്ഞിട്ട് പോകാൻ ആരും തയ്യാറാവില്ല. അപ്പൊ പക്ഷെ നമ്മുടെ ജീവൻ പോവും. അല്ല, അവസാന നിമിഷം മാത്രമേ അവർ അതിലേക്ക് പോവുള്ളൂ. പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അതിന്റെ അവസാനം പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുവരേണ്ടി വന്നത്. അതിന് മുന്നേ രക്ഷപ്പെടാൻ സമയം ഉണ്ടായിരുന്നിട്ട് പോലും. അല്ല, അതൊരു തെറ്റായിട്ടല്ല, എപ്പോഴും അങ്ങനെയാണ്, നാച്ചുറൽ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. പക്ഷെ നമ്മളൊരു ഇത് ഓൾറെഡി ഒരു ദുരന്തം വന്നു കഴിയുമ്പം പിന്നീട് അവരെ ഈ പറഞ്ഞ കണക്ക് അവരുടെ ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾ ഈ പറഞ്ഞാണ് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടവർ. ഹോസ്പിറ്റൽ ഇപ്പൊ മിക്കവാറും ഇതിനകത്ത് കൂടുതൽ ഓർത്തോപെഡിക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് വലിയൊരു ഇത് വരുമല്ലേ, രക്ഷപ്പെട്ടവരിൽ തന്നെ ഒരുപാട് ഫ്രാക്ചേഴ്സും ഹെഡ് ഇഞ്ചുറി അങ്ങനെയൊക്കെയുള്ളു. പക്ഷെ അതെല്ലാം തന്നെ നമുക്കിപ്പോൾ വയനാടോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള മെഡിക്കൽ കോളേജുകളിൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതേ ഇല്ല. ഈവൻ ഫാദർ പറഞ്ഞതുപോലെ ഈ ഡെഡ് ബോഡി പോലും എല്ലാം മോർച്ചറികളിൽ തന്നെ ചെയ്യാൻ പറ്റി. അതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ല. അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. ഇപ്പം അതിനകത്ത് ഇപ്പം അങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് നമുക്കൊരു ആംബുലൻസ് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനും ആരും പിന്നെ അതിനെ സഹകരിക്കാതിരിക്കുന്നില്ല. അപ്പൊ അതെല്ലാം കുറച്ചും കൂടെ കോർഡിനേറ്റ്, അത് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് അവരുടെ ഒരു മികവ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സൈന്യം തന്നെ നേരത്തെ തന്നെ ഇമീഡിയറ്റ് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെന്ന് വെച്ചാൽ അവരത് ട്രെയിൻഡ് ആണ് ഏത് സിറ്റുവേഷനിലും എന്ന് പറഞ്ഞ സാധനം. പിന്നെ വോളണ്ടിയേഴ്സിന് പിന്നെ അവരെ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അവർക്ക് അറിയാത്ത ഒരു ഇതിലേക്ക് ചെന്നിട്ട് പിന്നെ അവസാനം അവരെ പോയി തിരിച്ചെടുത്തോണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ അതിനകത്ത് അങ്ങനെയല്ല, പിന്നെ എല്ലാവരും ചില പൊളിറ്റീഷ്യൻസും എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇതിനകത്ത് ഈ മെഡിക്കൽ ആസ്പെക്ട്സ് നന്നായിട്ട് ആക്ച്വലി ഹാൻഡിൽ ചെയ്തു. ഇപ്പോഴും അതിനകത്ത് ഇപ്പം ഈ കിട്ടുന്ന സാധനം അതിന്റെ ബാക്കിയുള്ളത് ഫോറൻസിക് പിന്നെ ഇതൊക്കെയാണല്ലോ അതിന്റെ ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഇതിന്റെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മള് മെഡിക്കലി എല്ലാവരെയും ജീവനോടെ കിട്ടിയ എല്ലാവരെയും മെഡിക്കലി എല്ലാം സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട് അവരുടെ എല്ലാം. പിന്നെ ഈ ഫാദർ പറഞ്ഞ പോലെ ഈ സൈക്കോളജിക്കൽ അതിനുള്ള ഇപ്പം എല്ലാവരും മരണപ്പെട്ടു പോകുമ്പം അതൊക്കെയാണ് ഇപ്പം ഈ മറ്റ് പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെയാണ്. അവര് വന്ന് ഇത് ചെയ്യും, ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടവന് അത് അവർക്കൊരു സമാധാനമാണല്ലോ, സൈക്കോളജിക്കലി ഒരു സമാധാനമാണ് അതുമൊക്കെ. പിന്നെ അതുപോലെ ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീട് പോയവനാണെങ്കിലും വീട് വെച്ചു കൊടുക്കാനും. അപ്പൊ അതൊക്കെ അതും ഒരു മേജർ ആസ്പെക്ട്സ് ആണ്. ബേസിക്കലി ഒരു ഫിസിക്കൽ ഇതിനേക്കാളും ഫിസിക്കൽ അതിന് ചിലപ്പോൾ ഒരു കാലൊടിഞ്ഞു അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു അത് സർജറി ചെയ്തു അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് അവന്റെ ആ ഒരു ഫിസിക്കൽ വേദന മാറി എല്ലാം ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് ഇപ്പം ഈ എന്താ പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ഡിനേ ചെയ്യുന്ന ഒരു ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിലും എല്ലായിടത്തും തന്നെ അതാണ് ആക്ച്വലി നമുക്ക് പറഞ്ഞത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ലോകത്ത് വേറെ എങ്ങും നടന്നില്ലെങ്കിലും കേരളത്തിൽ ഉറപ്പായിട്ടും അത് നടക്കും, ഉറപ്പായിട്ടും നടക്കും. ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളെ വെച്ച് എനിക്ക് തോന്നി അടുത്തൊരു നമ്മൾ ഇത് ഈ ഒരു ഏരിയയിൽ ഇനി താമസിക്കാൻ പറ്റൂ. ഇപ്പൊ ഇത്രയും ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയി, ഇവർക്കൊക്കെ ഇനി തിരിച്ച് ഇവിടെ തന്നെ വന്ന് വീട് വെക്കാൻ എങ്ങനെയായിരിക്കും ഇവരെ ഇനി നമ്മൾ മാനേജ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഈ പിന്നെ ഈ ദുരന്ത നിവാരണത്തിന്റെ അതിന്റെ സയൻസ് മീഡിയ ഇപ്പൊ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഞാനിപ്പോ ഇത് അന്ന് മുതൽ മീഡിയ ചർച്ചകൾ കേൾക്കുന്ന ഒരാളാണ്. ദുരന്ത നിവാരണത്തിന് ഒരു സയൻസ് ഉണ്ട്.
അപ്പൊ അതിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്തത് ഈ ദുരന്തത്തിന് ശേഷമുള്ള അവസ്ഥയാണ്. അവസ്ഥയാണ്. അത് ശരിക്കും ക്രൈസിസ് എന്നാ പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അതിന് ക്രൈസിസ് മാനേജ്മെന്റ്. അപ്പൊ ക്രൈസിസ് മാനേജ്മെന്റ് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു. പക്ഷെ ഇതിന് മുമ്പ് ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്. ഇതൊരു സർക്കിളാണ്. സർക്കിളിനെ രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ മുകളിലൊരു ഭാഗവും താഴെ ഒരു ഭാഗവും. മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ ഘട്ടങ്ങളുണ്ട്. അപ്പൊ അതിലിപ്പം ഈ മണ്ണിടിച്ചിൽ പോലെ അല്ലെങ്കിൽ ഉരുൾപൊട്ട പോലെയുള്ള ഒരു ദുരന്തം അതിനെ സംബന്ധിച്ച് ഉള്ളതല്ല ഭൂകമ്പത്തിനുള്ളത് റിസ്ക് മാനേജ് ചെയ്യുന്നതിന്. അപ്പം ഇതിന് ആദ്യം നോക്കുന്നത് ഇതിനെ പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പം ഈ മണ്ണിടിച്ചിലിനെ സംബന്ധിച്ച് അത് പോസിബിൾ അല്ല. ഇത് കാരണം ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി എന്ന് വെച്ചാൽ ഒരു കന്യാവനത്തിനകത്തു പോലും ഇത് നടക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആള് താമസിക്കുന്ന പ്രദേശങ്ങളിൽ സാധ്യത കൂടും. അത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. മാൻമേഡ് എന്ന് പറയേണ്ട സാർ, അത് മാൻമേഡ് എന്ന് പറയേണ്ട സാധ്യത കൂടും. ഇപ്പൊ നമ്മൾ താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിര് കെട്ടുമല്ലോ. ഇപ്പൊ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിര് കെട്ടും. അതിര് കെട്ടുമ്പോൾ അവിടെ വെള്ളം ഒലിച്ചു പോകുന്നതിന് പകരം താഴ്ന്നു പോവുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ മനുഷ്യ ഇടപെടലുകൾ താമസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ പ്രദേശം നമ്മൾ സന്ദർശിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ ഉള്ളത് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏരിയ എന്തുമാത്രം ഒരു ദുരന്തത്തിന് വിധേയമാകാൻ യോജിച്ചതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് സോഷ്യൽ വൾണറബിലിറ്റി ഉണ്ട്. ഇത് മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ പറയാം. സോഷ്യൽ വൾണറബിലിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ വൾണറബിലിറ്റി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട്. സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവങ്ങളായ മനുഷ്യരാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അവരുടെ കഴിവും കുറവായിരിക്കും. അതേസമയം നല്ല ധനികരാണെങ്കിൽ അവരുടെ സ്വാഭാവികമായി തന്നെ അവരുടെ കെട്ടിടങ്ങൾ, ഭൂകമ്പമാണെങ്കിൽ കെട്ടിടങ്ങൾ ഭൂകമ്പത്തെ ചെറുക്കുന്നതായിരിക്കും. പക്ഷെ അല്ലാത്ത മനുഷ്യരാണെങ്കിൽ അത് കുറവായിരിക്കും. പരിസ്ഥിതിപരമായിട്ടുള്ള വൾണറബിലിറ്റി ഉണ്ട്. നമ്മൾ താമസിക്കുന്ന പ്രദേശം പാരിസ്ഥിതികമായി വളരെ ദുർബലമായ പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് അത് നേരിടുന്നതിനുള്ള കഴിവ് കുറവായിരിക്കും. അതുപോലെ ഈ വൾണറബിലിറ്റി വലിയൊരു വിഷയമാണ്. അത് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മിറ്റിഗേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് എന്തുമാത്രം ഈ ലാൻഡ് സ്ലൈഡിന്റെ കാര്യത്തിൽ ഈ വൾണറബിലിറ്റി അസസ്മെന്റും ഈ പറയുന്ന മിറ്റിഗേഷനും വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ റിസ്ക് മാനേജ് ചെയ്യുന്നത് ഇത് രണ്ടും വെച്ച് മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പ്രദേശം, ഒരു ചരിവ്, ആ ചരിവ് എന്തുമാത്രം ഇപ്പൊ വലിയ മഴ പെയ്താലും ചെറിയ മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ 22 ഡിഗ്രി ചരിവിന് മേലാണെങ്കിൽ പിന്നെ ലാൻഡ് സ്ലൈഡിന്റെ ശാസ്ത്രം പറയുന്നത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണ്. അതിനെ പിന്നെ സ്വാധീനിക്കുന്നത് ആ ചരിവിൽ പിന്നെ ഉള്ളത് നല്ല പാറയാണോ കട്ടിപ്പാറയാണോ. ഇപ്പൊ കട്ടിപ്പാറയാണെന്ന് വിചാരിക്കുക, നല്ല ബലമുള്ള ഗ്രാനൈറ്റ് ആണെന്ന് വിചാരിക്കുക, സ്ലോപ്പ് 90 ഡിഗ്രി ആയാലും ഇടിയില്ല. പക്ഷെ വെറുതെ ലൂസ് മണലാണെന്ന് വിചാരിക്കുക, 20 ഡിഗ്രി സ്ലോപ്പ് ഉണ്ടെങ്കിലും ഇടിഞ്ഞു വീഴും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ സ്ലോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്, സ്വാഭാവികമായി പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ആ വസ്തുവിന്റെ അത് ഭയങ്കര പ്രധാനം. അപ്പൊ സ്ലോപ്പില് നമ്മള് സ്ലോപ്പ് എത്രയാണ്, ആ ചരിവ് എത്രയാണ്, ചരിവ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്, പ്രകൃതി വസ്തു തന്നെ ഏതാണെന്നുള്ളത്. അതുപോലെ അവിടുത്തെ ലാൻഡ് യൂസ്, ഭൂവിനിയോഗം എങ്ങനെ, മനുഷ്യൻ താമസിക്കുന്ന പ്രദേശമാകുമ്പോൾ ഭൂവിനിയോഗം എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, മോണോ ക്രോപ്പ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്ലാന്റേഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു പ്ലാന്റേഷൻ ഉള്ള സ്ഥലവും ഒരു എല്ലാ തരം വൃക്ഷങ്ങളും കൂടെ ഉള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. പ്ലാന്റേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു റബ്ബർ മാത്രം അല്ലെങ്കിൽ തേക്ക് മാത്രം, അതിന്റെ റൂട്ട് പോണത് ഒരു പർട്ടിക്കുലർ ഡെപ്തിലേക്കേ പോവുള്ളൂ. എല്ലാ വൃക്ഷങ്ങളും ഒരേ വൃക്ഷം മോണോക്രോപ്പ് ആകുമ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത്. മൊത്തം ഇപ്പൊ തേയില മാത്രം തേയിലയുടെ റൂട്ട് പോണത് ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ മാത്രമേ പോവുള്ളൂ. അതേസമയം ഒരു വനമാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാം ചേർന്നതാണെങ്കിലോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡെപ്തിലും റൂട്ട് പോകും. അപ്പൊ ഈ മണ്ണിനെ എല്ലാ ലെവലിലും അത് പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ മോണോക്രോപ്പ് ആകുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ ലെവലിൽ മാത്രമേ എല്ലാ വേരും പോകുന്നുള്ളൂ. അപ്പൊ എത്ര ഭയങ്കര വ്യത്യാസമാണ് അത് വരുത്തുന്നത് എന്നുള്ളത് അതിന്റെ പഠനങ്ങൾ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മോണോക്രോപ്പും അല്ലാതെയുള്ള ഒരു നാച്ചുറൽ ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ. അപ്പൊ അവിടെ എന്താണ് ആ ഭൂവിനിയോഗം എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. ഇതെല്ലാം കൂടി ഇതിപ്പോ ഇങ്ങനെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകാനാണോ സാധ്യത, വെള്ളം അടിയിലേക്ക് ഊർന്നിറങ്ങാനാണോ സാധ്യത, ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പ്രത്യേക ചരിവ് ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉള്ളതാണോ ഇല്ലേ നമുക്ക് മുൻപേ കണ്ടുപിടിക്കുകയും അങ്ങനെ മാപ്പ് ചെയ്യുകയും ചെയ്യാം. അത് കേരളത്തിൽ ഒന്നും താനും
ഒരുപാട് പലതരത്തിലുള്ള മാപ്പുകൾ ഉണ്ടും താനും. ഇനി ഈ മാപ്പുകൾ ഉണ്ടെങ്കിൽ അതിനുശേഷം ആ പ്രദേശത്ത് പിന്നെ ഒരു പ്രത്യേക മഴ പെയ്യുമ്പോൾ അത് ഇടിഞ്ഞ് വീഴോ ഇല്ലയോ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെയാണ് ഇത് ഭയങ്കര ദുഷ്കരമായി മാറുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് പിന്നെ ഈ മണ്ണിടിച്ചിലിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ജലവുമായിട്ടുള്ള അതിന്റെ ബന്ധം വളരെ വളരെ ഭയങ്കര സ്പെസിഫിക് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജൂണിൽ മഴ പെയ്യുന്നു, ജൂൺ 1 മഴ പെയ്തു തുടങ്ങുന്നു. വയനാട്ടിൽ ഇപ്പൊ ജൂൺ 1 മുതൽ മഴയുണ്ട്. സാധാരണ ജൂൺ 1 പെയ്യുന്നതല്ല ഇവിടെ, ജൂൺ 1 മുതൽ മഴ പെയ്തു തുടങ്ങുന്നു. മണ്ണിനകത്തുള്ള സുഷിരങ്ങളിനകത്തേക്ക് ജലം കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ കൂടി വന്ന് ഒരു മാസത്തെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ സുഷിരങ്ങൾക്ക് അകത്തുള്ള മർദ്ദം, പോർ പ്രഷർ എന്നതിന് പറയുന്നത്, ഈ പോർ പ്രഷർ അങ്ങ് മാക്സിമം ആവും. ഈ പോർ പ്രഷറും ഈ വസ്തുവിന്റെ പിന്നെ ബലവും, വസ്തുവിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ പോർ പ്രഷർ മാക്സിമം ആയി കഴിഞ്ഞാൽ സ്ട്രെങ്ത് മിനിമം ആവും. അപ്പൊ ഒരു പ്രത്യേക സ്ലോപ്പിൽ മഴ ഇങ്ങനെ പെയ്ത് കുറെ നാൾ പെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് പെയ്യുന്നു, പോർ പ്രഷർ അങ്ങ് മാക്സിമം ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്ട്രെങ്ത് ഇല്ലാതെ വേണം. അതിപ്പം പാറയായാലും, പാറയിൽ അങ്ങനെ സംഭവിക്കത്തില്ല, പക്ഷെ അല്ലാതെയുള്ള മണ്ണാണെങ്കിൽ, ഇപ്പൊ വെട്ടുകല്ല് ഉള്ള പ്രദേശമാണെങ്കിൽ പോർസ് ഒരുപാട് കൂടുതല, സുഷിരങ്ങൾ ഒരുപാട് കൂടുതല, അതിനകത്തേക്ക് ജലം നിറഞ്ഞു നിന്ന് ഇതിന്റെ പ്രഷറിന്റെ ഒരു ത്രഷോൾഡ് ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഈ വസ്തുവിന്റെ പിന്നെ ബലം അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ഇല്ലാതാവും. അതിന് പിന്നെ അത് ചേർക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അത് പൊട്ടി താഴേക്ക് വീഴുന്നതാണ്. പക്ഷേ അത് പൊട്ടുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നമുക്ക് അപ്പൊ പോർ പ്രഷർ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇത് പൊട്ടുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന സെൻസേഴ്സ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വിലയേറിയ സംവിധാനങ്ങളാണ്. അത് എവിടെയൊക്കെ വയ്ക്കും, എത്ര സ്ഥലത്ത് വയ്ക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ഓരോ സ്ലോപ്പും വ്യത്യസ്തമാണ്, മനുഷ്യർ താമസിക്കുന്നതായാലും അല്ലെങ്കിലും ഓരോ സ്ലോപ്പും വ്യത്യസ്തമാണ്. അപ്പൊ എല്ലാ സ്ലോപ്പിലും കൊണ്ട് ഈ സെൻസർ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ, അപ്പൊ ഇത് ഇടിയുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇത്. അപ്പൊ അതിനകത്തൊരു സമയം അല്ലാതെ തന്നെ കിട്ടുന്നു എങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ഇത് വച്ച് ഇത് അളന്നിട്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ ആണ്. മിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ആഘാതം കുറയ്ക്കുക. അതിന് നമുക്ക് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ ഉണ്ടായതുപോലെ ഇത് ഒലിച്ച് വരുന്ന പിന്നെ ജലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജലമാണല്ലോ ഒരു തള്ളിക്കൊണ്ട് വന്നത്. അപ്പൊ ജലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പണ്ട് സഞ്ചരിച്ച സ്ഥലത്തൂടെ ആയിരിക്കും മിക്കവാറും സഞ്ചരിക്കാൻ ശ്രമിക്കുക. പണ്ടത് ഓടിയ വഴികൾ അതൊരിക്കലും മറക്കാറില്ലെന്ന് പറയാറുണ്ട് ജലത്തിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ശരിക്കും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ സ്ലോപ്പിൽ ആ പണ്ട് ഓടിയ ഏതെങ്കിലും ഒരു നീർച്ചാലിൽ കൂടി ആയിരിക്കും ഇത് ഒഴുകി വരിക. അപ്പൊ ആ നീർച്ചാലിന്റെ വശങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യേണ്ടെന്നോ പിന്നെ അവിടെ നമ്മൾ ആളുകൾ പോകണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ താമസിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ, അറിയത്തില്ല സാർ, നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഭയങ്കര വേറൊരു ചോദ്യമാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ നമുക്ക് താമസിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ ഒരു നീർച്ചാലിന്റെ അപ്പുറം ഇപ്പുറം നദിക്കുള്ളതാണ്, അതിലേക്കൂടെ നദീജലം ഒഴുകേണ്ടതാണ്. അതിന്റെ ഫ്ലഡ് സോൺ എന്ന് പറയും. ആ ഫ്ലഡ് സോണിൽ നമ്മൾ വീട് വെക്കാതിരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറ്റത്തില്ല, കാരണം ഭയങ്കര നമ്മൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിമർശനം വരാനുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ പറയുക, പറ്റുമെങ്കിൽ നമുക്കത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് തന്നെയാണ്. ഈ മണ്ണിടിച്ചിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് തന്നെയാണ്. മനുഷ്യൻ ഇപ്പൊ കേരളത്തില് ഇപ്പൊ സംഭവിച്ചത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനുഷ്യനിർമ്മിതമല്ല, നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. പക്ഷെ ആ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ തന്നെ അത് വന്ന വഴികളിൽ വീടുകൾ ഇല്ലാതിരുന്നു എങ്കിൽ നമുക്ക് കുറയ്ക്കാമായിരുന്നു എന്നാണ് ഇപ്പൊ. അത്രേ ഉള്ളൂ. അത് പറ്റുമോ ഇല്ല എന്നുള്ളത് പിന്നെ ഒരു അടുത്ത ചോദ്യമാണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ആ പ്രദേശത്തുള്ളവർ ഇനി അവർക്ക് അവിടെ പാർക്കാൻ പറ്റുമോ? ഞാനൊരു വിദഗ്ധന്റെ ഒപ്പീനിയൻ കേട്ടത് 50 വർഷത്തിന് വരെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല, ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു വിദഗ്ധൻ പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ അവരവിടെ ജീവിക്കും ധൈര്യത്തോടെ? അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിനകത്തൊരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു സ്ലോപ്പ്, ഈ സ്ലോപ്പില് ഇതിന് മുകളിലുള്ള ഓവർ ബർഡൻ എന്നാ പറയുന്നത്. ഇതിന് കട്ടിപ്പാറയാണെന്ന് വെച്ചാൽ ഇത് 1.5 മീറ്റർ പിന്നെ മണ്ണും വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗമാണെന്ന് വിചാരിക്കും. ഇത് ഓൾറെഡി നടന്ന സ്ഥലത്ത് ഈ ലൂസായിട്ടുള്ളതെല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ കട്ടിപ്പാറയാണല്ലോ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്ന ഒരു പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം ഈ പാറ ഇനി പുറത്ത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആ പാറ കംപ്ലീറ്റ്ലി അപക്ഷയം സംഭവിച്ച, ഇംഗ്ലീഷ് പറഞ്ഞാൽ വെതേർഡ് ആയിട്ടുള്ള റോക്കാണ്. അത് വീണ്ടും മണ്ണായിട്ട് മാറുന്നതിനും ഒലിച്ചു പോകുന്നതിനും ഒരുപാട് സമയമൊന്നും
വേണ്ട. അപ്പൊ അതുകൊണ്ട് അത് ഈ പറയുന്നത് ഒരുപക്ഷെ ഈ വിശ്വാസത്തിലായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 50 വർഷത്തിന് മുമ്പൊക്കെ തന്നെ ഈ പാറ വീണ്ടും വെതർ ചെയ്ത് മണ്ണായിട്ട് മാറാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഗാർഡിയൻ കമ്മിറ്റി റിപ്പോർട്ട് അതൊരു പ്രസക്തമായി വരികയല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് പുള്ളി എനിക്കൊന്ന് സോൺ തിരിച്ചു അല്ലേ. അപ്പൊ എക്കണോമിക് സോൺ 1 പെടുന്നതാണ് ഇത്. സോൺ 1 ഈ പ്രദേശം. അതെ അതെ. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും ഇവിടെയൊക്കെ ജനവാസം നമ്മൾ അങ്ങനെ അത് ഒരുപാട് അല്ലാതെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിച്ചതാണ്. കറക്റ്റ് ഒരു ജിയോളജി എൻവയറമെന്റൽ ആസ്പെക്ടിൽ എത്രമാത്രം പ്രാവർത്തികമാകും. ഇനി ഡോക്ടറെ അടുത്ത് പറയാനുള്ള ഇപ്പം ക്യാമ്പുകൾക്ക് കഴിയുന്ന വ്യക്തികൾ അവിടെയൊക്കെ ഇനി ഇപ്പം അസുഖങ്ങൾ പടരാനൊക്കെ ഏറെ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ എങ്ങനെയായിരിക്കും നമ്മൾ അവരോട് സമീപനം? ഇതിനകത്തിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇത് മാനേജ്മെന്റ് ആണല്ലോ, ഒരു മെഡിക്കൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ക്യാമ്പിലുണ്ട്. ക്യാമ്പിലുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ തന്നെ സ്ഥിരം മറ്റ് അസുഖങ്ങളുള്ളവരുണ്ടല്ലോ, സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് മറ്റേ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഹാർട്ടിന്റെ അപ്പം ആ മെഡിസിൻസ് കൊടുക്കാൻ ഉള്ള ഒരു പ്രധാന ഉത്തരവാദിത്വം ശരിക്കും അത് നടത്തുന്ന ക്യാമ്പുകളിലുണ്ട്. ഇവരുടെ ഡെയിലി ഉള്ള അവരുടെ വൈദ്യപരിശോധന നടത്തി അത് ഇപ്പം ചെയ്യുന്നുണ്ട് ഓൾറെഡി തന്നെ. മെഡിക്കൽ ക്യാമ്പ്സ് IMEയും പിന്നെ ഗവൺമെന്റിന്റെ മെഡിക്കൽ ക്യാമ്പ്സ് നടത്തുന്നുണ്ട്. അത് എത്ര നാളത്തേക്ക് വേണ്ടോന്ന് വെച്ചാൽ ഈ ക്യാമ്പ് ഉള്ളിടത്തോളം സമയം തന്നെ അവരെ ഒരു സേഫായിട്ട് റീഹാബിലിറ്റേഷൻ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന സമയം വരെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങളിലോ പോയി ഇതെല്ലാം വാങ്ങിച്ച ഒരു നോർമൽസിയിലേക്ക് വരുന്നത്. അത് ഒരുപാട് സമയം നമുക്കിപ്പം ഒരു സമയബന്ധമായിട്ട് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഫാദർ പറഞ്ഞ കണക്ക് ഒരുപാട് മെറ്റീരിയലും ഫുഡ് ഇതെല്ലാം കിട്ടും. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ അത് വിൻ ചെയ്ത് പോകും. പിന്നീട് ആൾക്കാർക്ക് ആവശ്യമുള്ളത് ഇതാണ് മരുന്ന് വെച്ചാൽ അത് ഇപ്പൊ അതല്ലോ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പൊ വളരെ വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതെല്ലാം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ അതിനൊരു ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ കാണണം. റെഗുലർ ആയിട്ട് അവരുടെ മെഡിസിൻ കൊടുക്കുക, അതടങ്ങനെ അവർക്ക് എന്തെങ്കിലും പിന്നെ വൈദ്യസഹായം വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട്. അപ്പം അതിന് എനിക്ക് തോന്നുന്നു വോളണ്ടറി ഓർഗനൈസേഷൻസിനും ഹോസ്പിറ്റൽസിനും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും. അവർ ഇപ്പം ഈ പറഞ്ഞ കണക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഗവൺമെന്റിന്റെ സിസ്റ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ അതും വരും. ഇപ്പം പിന്നെ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാല രോഗങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ബാക്കി പകർച്ചവ്യാധികളും എല്ലാം വരാനായിട്ട് ഈവൻ നമ്മളിപ്പോ അറിയാം ഇപ്പോഴും തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡെങ്കുവും H1N1 ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇവരെ ഇത് കണ്ടപ്പോ അതിനുള്ള ഒരു പ്രൊട്ടക്ഷനും അതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുന്ന ഒരു അവയർനെസ്സും കൂടെ കൊടുക്കണം. ഇപ്പം ഫാദർ പറഞ്ഞാണെങ്കിൽ സൈക്കോളജിക്കൽ ശരിക്കും അവർ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ക്രൗഡിനെ അത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമുക്ക് അപ്പം പറഞ്ഞില്ല എല്ലാം പോയി നിൽക്കുന്നവർ ഇനി എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ. കംപ്ലീറ്റ് ചിലപ്പോൾ ഫാമിലി ടോട്ടലിൽ പോയി അങ്ങനെയൊക്കെ വരുന്നവർ ചിലപ്പോൾ അതിനൊന്നും വില്ലിങ് ആവണമെന്നൊന്നുമില്ല. അതാണ് നേരത്തെ ഫാദർ പറഞ്ഞ ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്നത്, എക്സ്ട്രാ ആയിട്ടൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ വെച്ചാൽ അവരുടെ ഒരു മാനസികാവസ്ഥയായിരിക്കും ചിലപ്പോൾ. അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫാദറിനോട് ചോദിക്കുകയാണ്. എനിക്ക് ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഇവരൊരു പുതിയ കേന്ദ്രത്തിലോട്ട് വരികയാണ്, അവരുടെ വീട് നഷ്ടപ്പെട്ട്. അപ്പൊ അന്നേരം ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു വല്ലാത്ത ട്രോമ വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ അത് അവിടെ ഞാൻ ഒബ്സർവ് ചെയ്തത് മറ്റേ ആ ക്യാമ്പില് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കുറെ കഴിയുമ്പോ എല്ലാം ഡൗൺ ആവും. അത് വലിയൊരു ദുരന്തമായിട്ട് അവസാനം മാറുന്നു. പിന്നെ എലികളുടെ ശല്യം. അപ്പൊ ഇങ്ങനെയുള്ള സ്മോൾ തിങ്സ് ഒക്കെ വലിയ അസ്വസ്ഥത ഇവരുണ്ടാകുകയും ഇവർ സമരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഒരു വലിയ ഡിപ്രഷനും ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പൊ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തിലും ഇതിനെ മുൻകൂട്ടി കണ്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ദുരന്തം വന്നാൽ അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ചുറ്റുപാട് ഒരുക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാകണം. അതിനുള്ള കെട്ടിടങ്ങളും ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് ഈ പറഞ്ഞ വയനാടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇത് സംഭവിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ കടലോരങ്ങളിലും നദികളുടെ തീരങ്ങളിലും ഒക്കെ ഇത് ഉണ്ടാകുന്ന എല്ലാ പഞ്ചായത്തും ഇതൊരു ഇമ്പോർട്ടന്റ്
മെഷറായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതിനുള്ള വാഹനങ്ങൾ എപ്പോഴും റെഡിയായിട്ട് നിർത്തുക. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ വരുമ്പോഴാണല്ലോ കൂടുതൽ, ആ സമയത്തൊക്കെ ഒരു കൂടുതൽ അലേർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സർവീസ് കൊടുക്കാൻ സാധിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അങ്ങ് റെസിലിയന്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഉറ്റവര് നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ഈ പറയുന്ന ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരാളായിരിക്കും അവശേഷിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അവരെങ്ങനെ തരണം ചെയ്യാനായിട്ട് എന്തൊക്കെ ഭയങ്കര പാടാ. അവർ ഒത്തിരി അങ്ങ് ഡിപ്രഷനിൽ പോകുന്നതായിട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, കുട്ടികളും സ്ത്രീകളും. പുരുഷന്മാരെ ഞങ്ങൾ കണ്ടത് അവര് ഈ പൈസയൊക്കെ കിട്ടിയപ്പോൾ മദ്യപിച്ച് പോകുന്ന ഒരവസ്ഥ കാണുകയുണ്ട് അവരുടെ ഇടയിൽ. പക്ഷെ സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രോഗികളെയും പ്രായമായ ആളുകളെയൊക്കെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അവരെ പ്രത്യേകിച്ച് നമ്മൾ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും. ഡിപ്പെൻസ് ഓൺ ഓരോ കേസിനെ പൊതുവെ പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ തിരിച്ച് സാറിലോട്ട് വരികയാണ്. നമ്മുടെ ഒരു വികസന സങ്കല്പത്തിന്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ടോ? നമ്മൾ ഒരു ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തം, ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പൊ ഈ 2023 കണക്കനുസരിച്ച് കൂടി വരികയാണ്, ഓരോ വർഷം കൂടി വരികയാണ്. അപ്പൊ ആ റിപ്പോർട്ടുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ തിരിഞ്ഞ് വീട് നിർമ്മാണത്തിലെ കാര്യങ്ങൾ, നമ്മൾ ചുമ്മാ ആവശ്യമില്ലെങ്കിലും നമ്മൾ വലിയ വീടുകൾ നിർമ്മിക്കുന്നു, ആരും ഇല്ല താമസിക്കാൻ, ഇങ്ങനെയൊക്കെ ഇത് മനുഷ്യൻ മാറേണ്ടിയിരിക്കുന്നു. എന്താണ് അതിനെ കുറിച്ച്? അതെ, പിന്നെ UN 2018 മറ്റോ പബ്ലിഷ് ചെയ്ത ഒരു പിന്നെ റിപ്പോർട്ട് പറയുന്നത് ഒരു കഴിഞ്ഞ 20 വർഷം, അന്ന് ആ സമയത്ത് 20 വർഷം ഉണ്ടായിട്ടുള്ള ലോകത്ത് മൊത്തം ഉണ്ടായിട്ടുള്ള ആകെ ദുരന്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ദുരന്തങ്ങളിൽ 70% കാലാവസ്ഥ മാറ്റം ഇൻഡ്യൂസ് ചെയ്ത മനുഷ്യനിൽ അല്ല പ്രകൃതിയിൽ അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് മിക്കവാറും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പുതിയ കാലഘട്ടത്തില് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കഥയെന്ന് പറയുന്നത് ഒരു പരാജയത്തിന്റെ കഥയാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ മൊത്തം കഥ എന്ന് പറയുന്നത് ഒരു പരാജയത്തിന്റെ കഥയാണ്. എല്ലാ വർഷവും ലോകരാജ്യങ്ങൾ ഓരോ സ്ഥലത്ത് കൂടുന്നു, അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിരിയുന്നു, ആഹാരവും കഴിച്ച് പിരിയുന്നു, അത് മാത്രമേ നടക്കുന്നുള്ളൂ. ഒന്നും ചെയ്യത്തില്ല. അതെ, വികസിത രാജ്യങ്ങളാണ് കൂടുതലും ഒന്നും ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ അതിങ്ങനെ തുടർന്ന് തന്നെ പോവുള്ളൂ. കാരണം മനുഷ്യന് ഈ ആർഭാടത്തോടുള്ള ഒരു അഭിനിവേശം ഇങ്ങനെ കൂടി വരുന്നിടത്തോളം കാലം ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന പിന്നെ ഫോസിൽ ഇന്ധനങ്ങളെ ഒഴിവാക്കിയുള്ള വികസനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ സമ്മേളനങ്ങൾ നടത്തി ഇങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ക്ലൈമറ്റ് ചേഞ്ച് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു അവസ്ഥയുമായിട്ട് അനുകൂല അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഈ പശ്ചിമഘട്ട മലനിരകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വരുന്നതാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. അതിന്റെ മണ്ണിന്റെ പ്രത്യേകത, അവിടുത്തെ വെജിറ്റേഷന്റെ പ്രത്യേകത, അവിടുത്തെ ഭൂവിനിയോഗത്തിന്റെ പ്രത്യേകത, ഇതെല്ലാം വളരെ വളരെ ആധികാരികമായിട്ട് തന്നെ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. പഠന റിപ്പോർട്ടുകൾ ഇല്ലാത്തത് കൊണ്ട് അല്ല. പക്ഷെ നമ്മൾ വീണ്ടും ഈ പുതിയ കാലഘട്ടം, കാലാവസ്ഥാ മാറ്റത്തിന്റെ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറാത്തതിന്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന ഇപ്പൊ വയനാട്ടിൽ തന്നെ ഇത് സംഭവിച്ച സ്ഥലത്ത് ഈ വീടുകൾ, നശിച്ച വീടുകൾ, എത്ര വീടുകൾ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇത് കൂടുതലും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് തലയിൽ വീണുകൊണ്ടുള്ള ഡിസാസ്റ്റർ അപകടങ്ങളല്ലേ? നമ്മുടെ ഈ വീട് നിർമ്മാണ രീതിയിൽ ഒരു പരിഷ്കരണം ആവശ്യമില്ലേ ടെക്നോളജി വൈസ്? അതെ സാർ, അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഈ പറയുന്ന ഈ 1.5 മീറ്റർ 2 മീറ്റർ മാത്രം കനമുള്ള മണ്ണ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പാറയുടെ പുറത്ത് നമ്മളൊരു വലിയ ഒരു പുതപ്പ് കൊണ്ടിട്ടിട്ട് അതിൽ വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും? അതെല്ലാം കൂടെ കുതിർന്ന് പാരം വെക്കൂലേ? അതുപോലെ തന്നെയാണ് ഈ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ണ് സോക്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുതിർന്നിട്ട് അതിന്റെ ഭാരം മൊത്തത്തിൽ കൂടുകയാണ്. അതിന്റെ പുറത്താണ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ നിൽക്കുന്നതെങ്കിൽ അത് ഈ ഹാർഡ് റോക്കിലേക്ക് അതിന്റെ റൂട്ട് പോയിട്ടുണ്ടാവില്ല. അതിന്റെ ഫൗണ്ടേഷൻ ഹാർഡ് റോക്കിലേക്ക് ചെന്ന് പിടിച്ചിരിക്കുകയായിരിക്കില്ല, ഈ മണ്ണിൽ തന്നെ ഇരിക്കുകയായിരിക്കും.
അപ്പൊ എന്ത് സംഭവിക്കും യഥാർത്ഥ ഈ സ്ട്രക്ചറിന്റെ വെയിറ്റും കൂടി ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ വെയിറ്റും കൂടി ആകുമ്പോൾ താൻ നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇത് ഈ പ്രദേശത്ത് വീട് വെക്കുമ്പോൾ അതിനനുസൃതമായി ഇപ്പൊ നമുക്ക് ഭൂകമ്പ മേഖലകളിൽ വീട് വെക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡുകളുണ്ട്. ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വീടുകളെല്ലാം ഭൂകമ്പത്തെ ചെറുക്കുന്നതിന് എല്ലായിടത്തും ഇങ്ങനെ പോയി കാണാം. ഭൂകമ്പത്തെ ചെറുക്കുന്നതിനുള്ള അത് നിയമപ്രകാരം ഉള്ള നിയമങ്ങളുണ്ട്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുണ്ട്. പക്ഷേ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മേഖലകളിൽ എങ്ങനെ വീട് വയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച് പിന്നെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളില്ല. അവിടുത്തെ വീടപ്പോഴ് എഞ്ചിനീയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണോ എന്ന് പോലും ആയിരിക്കാൻ സാധ്യതയില്ല. പലപ്പോഴും എഞ്ചിനീയർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കാൻ സാധ്യതയില്ല. കുറെയൊക്കെ കാണുമായിരിക്കും, കുറെയൊക്കെ അല്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത്തരം ചരിവുകളിൽ വീട് പിന്നെ വയ്ക്കണ്ടെന്ന് നമ്മൾ പറയണ്ട. പക്ഷെ അവിടെ വയ്ക്കുന്ന വീടുകൾ അങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഭാരം ഈ മണ്ണിലേക്ക് താഴ്ത്താത്തതായിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിൽ ആയിരുന്നാൽ, പക്ഷെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. പറഞ്ഞോട്ടെ, ഈ വിദേശ രാജ്യങ്ങളിലെ ഒരു പ്രാവശ്യം ഇറ്റലി ഞാൻ കണ്ടത് ചെറിയ റിയർക്വേസ് നടന്നുകൊണ്ടിരിക്കുക, ആ കെട്ടിടം ഇങ്ങനെ ആടി നിൽക്കുക. മീൻസ് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വരുത്തിയ മാറ്റമാണ്. അപ്പൊ അത് വീഴത്തില്ല, അത് ആടി നിൽക്കും, നമ്മുടെ കമുകൊക്കെ ആടി നിൽക്കുന്ന കണക്ക്. അതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ ജപ്പാനിലും അവരുടെ കൺസ്ട്രക്ഷനിൽ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യ ജീവിതങ്ങൾ അധികം നഷ്ടപ്പെടുന്നില്ല. ഈ നമ്മൾ ആസാമിൽ പോയാൽ ഈ അവിടെ എപ്പോഴും ജലപ്രളയം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 അടി പൊക്കത്തിലാണ് ഈ തൂണുകൾ, പിന്നെ ലെയർമാടങ്ങൾ പോലെ ഉള്ള സ്ട്രക്ചറാണ്. ഇവിടെ എനിക്കൊന്നൊരു ബാംബുവിന്റെ ഒക്കെ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ബാംബു കൊണ്ട് നമുക്ക് എനിക്കൊന്ന് മല അവിടെ സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും. അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് എങ്ങനെയാണ്. പക്ഷെ ആളുകളെ നമുക്ക് മാറ്റാൻ അങ്ങനെ പറ്റില്ല. പാവപ്പെട്ട മനുഷ്യ കൃഷി ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു കാര്യം പറയുമ്പോഴേ ഇതിനകത്ത് ഇപ്പൊ ബ്രിട്ടീഷ് 1840 മറ്റൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് അവര് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങി ലാൻഡ്. പിന്നെ ബോണ്ടഡ് ലേബേഴ്സിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാലാകാലങ്ങളായിട്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തുടർന്ന് ഇപ്പൊ ഈ അവസ്ഥയിലെത്തി. ഇതൊക്കെയാണ് ഇതൊക്കെ ഈ മൂന്നാറിലും ഇത് സംഭവിച്ചു അല്ലെ? അവിടെയും 1940 മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടായി, അത് വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ ഹില്ലി ഏരിയാസ് എല്ലാം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കൃഷിയും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് നടക്കുന്നതൊക്കെ ഇത് അപകടാവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുമോ എന്നുള്ള നമ്മളിപ്പോഴും ഒരു അപകടം വരാനായിട്ട് കാത്തിരിക്കും. അതിനെ കുറിച്ച് സാർ എന്താണ്? നേരത്തെ പറഞ്ഞു നമ്മൾ ഈ സോഷ്യൽ വൾണറബിലിറ്റി ഈ പശ്ചിമഘട്ട മലനിരകളിൽ വളരെ കൂടുതലാണ്. വളരെ കറക്റ്റാണ്. ഈ ലായങ്ങൾ എന്ന് പറയുന്നതിനകത്ത് താമസിക്കുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ച് അവർ ഓരോ ദിവസവും ഈ പിന്നെ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നതാണ്. അവര് താമസിക്കുന്ന പിന്നെ കെട്ടിടങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? അതിന് കെട്ടിടങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അപ്പൊ അവര് സാമൂഹ്യമായിട്ടുള്ള വൾണറബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ജനതയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അതിനെ എങ്ങനെ നമ്മുടെ സാമൂഹ്യ പരമായിട്ടുള്ള വ്യവസ്ഥിതിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന മാറ്റങ്ങൾ വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് അത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളം ആയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ ദുരന്തത്തെ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ദുരന്തത്തിന് ശേഷം ഇത് മാനേജ് ചെയ്തതിന്റെ ഈ ക്രൈസിസ് മാനേജ് ചെയ്തത് വളരെ മനോഹരമാണ്. ഇത് ഇതുപോലെ വേറെ സ്ഥലത്ത് നടക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇനി നമ്മള് ഈ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം അതുപോലെ തന്നെ ഈ റിസ്കും കൂടെ മാനേജ് ചെയ്യാനായിട്ടുള്ള ആ ഭാഗത്താണ് ഇനി നമ്മുടെ പിന്നെ പരിശ്രമങ്ങൾ കൂടുതൽ. അതിനകത്ത് ഈ പറഞ്ഞ സോഷ്യൽ വൾണറബിലിറ്റി വരും, അതുപോലെ ഈ പിന്നെ എൻവയോൺമെന്റൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത് പഠിക്കേണ്ടി വരും. അതുപോലെ ഇതിനെ പിന്നെ ഏർലി വാർണിംഗ് കൊടുക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള. അത് പറയുമ്പോഴാണ് ഈ ആദിവാസി സമൂഹം അധികം ഇതിനകത്ത് പെട്ടിട്ടില്ല. അതുപോലെ മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതൊക്കെ എനിക്ക് സാറിന് അതിനെ കുറിച്ച് പറയാനുള്ള ഈ അവസരത്തിൽ അതെച്ചാല് അവരെ ഈ പറയുന്നത് പോലെ തന്നെ അവര് ഒരു പക്ഷേ ഈ അഡാപ്റ്റ് എനിക്ക് പെട്ടെന്ന് അതിൽ അതിന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് അഡാപ്റ്റഡ്. അവര് ഇത് കണ്ടവരല്ലേ, പണ്ട് കണ്ടവർ. ആനകൾ പെട്ടെന്ന് എത്ര മണിക്കൂർ മുമ്പ് ഇറങ്ങി അങ്ങ് പോയി. അത് അഡാപ്റ്റഡ് ആണ്. ആ ഒരു പരിസ്ഥിതിയുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ മനുഷ്യരായാലും മൃഗങ്ങളായാലും അതിനെ അവർ ചേർത്ത് നിന്നല്ല. പക്ഷെ അല്ലാത്തവര് നേരത്തെ സാർ പറഞ്ഞതുപോലെ പെട്ടെന്ന് പാനിക് ആവുകയല്ലേ ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്കൊരു ഇതിപ്പോ സാർ ഏറ്റവും പ്രധാനമായിട്ട് നടന്നത് ഇപ്പൊ ഈ മഴയുടെ മഴവെള്ളം മണ്ണിൽ വീണാൽ ഒഴുകി പോകാതിരുന്നാൽ ഈ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അവബോധം പോലും ഒരു പക്ഷേ
ഈ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാവണമെന്നില്ല. ആര് പഠിപ്പിച്ചു? ആരാണ് അതാണ് പഠിപ്പിച്ചത്? ഈ എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ ഒരു വലിയ ഫാക്ടർ ആക്കേണ്ടിയിരിക്കും, പ്രത്യേകിച്ച് ആ പ്രദേശങ്ങൾ. അതെ അതെ തീർച്ചയായിട്ടും. വാട്ട് ഈസ് എൻവയറമെന്റ്, അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അതെ അതിനെ എങ്ങനെ റീസൈക്ലിങ്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതുപോലുള്ള കെട്ടിടം, അതിനെക്കുറിച്ചുള്ള ഒരു ശക്തമായ അവബോധം സ്റ്റുഡൻസിന്റെ ഈ കാലഘട്ടങ്ങളിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്തണം. അത് അവിടെയാണ് സൈക്കോളജിയുടെ ഒരു പ്രയോഗം വരുന്നത്. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആളുകൾ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ എഡ്യൂക്കേഷന്റെ കുറവാണ്. They don't know how to do. ശക്തമായ ഈ പഞ്ചായത്ത് സംവിധാനമുള്ള നാടല്ലേ, അവിടെയും ഉണ്ടല്ലോ അത്. അപ്പൊ ശരിക്കും നമുക്ക് മഴയെ നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മഴയെ ഇപ്പൊ ജൂൺ മൊത്തവും വളരെ വളരെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ മഴ പെയ്തുവെങ്കിൽ അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ അലർട്ട് ആവാന്നുള്ളതേ ഉള്ളൂ നമുക്ക്. അപ്പൊ ജനങ്ങൾ തന്നെ അത് ആരും പറയാതെ തന്നെ അവർ തന്നെ അലർട്ട് ആവണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നെ. അപ്പൊ സഹായത്തിന് എന്തായാലും ആളെ കിട്ടും. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉള്ളിടത്തോളം കാലം അത് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു വളരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വളണബിലിറ്റി ഭയങ്കര കുറവാണ്. ഇത്രയും പിന്നെ സംവിധാനം ത്രിതല പഞ്ചായത്ത് ഉള്ളതുകൊണ്ട് എല്ലാ പേർക്കും ഇപ്പൊ പഞ്ചായത്ത് മെമ്പർക്ക് ആ പ്രദേശങ്ങളെല്ലാം അറിയായിരിക്കും, ആളുകളെ അറിയായിരിക്കും, വോളണ്ടിയേഴ്സിനെ അറിയായിരിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് എടുത്തില്ല എന്നുള്ളതാണ്. അത് എടുക്കണമെങ്കിൽ ആളുകൾക്ക് അത്രയും അവബോധം വേണം. ഈ പെരുമഴ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇത്രയും ഭയങ്കര അളവിൽ 2 മാസം പെയ്യുന്ന മഴ 15 ദിവസം പെയ്തുവെങ്കിൽ ഇതിനകത്തെന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അലർട്ട് ആവുന്നതിന് നമ്മൾ എടുക്കണമായിരുന്നു കുറച്ചുകൂടെ. നമുക്ക് അങ്ങനെ ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഡോക്ടേഴ്സിന് ഒരു കുറെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ എവിടെ കയറി ഒളിക്കണം, പെട്ടെന്ന് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ ബോഡിയിൽ അധികം ഫ്രാക്ചേഴ്സ് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാം. അവർക്ക് പോലും ഇല്ലേ ഈ മൃഗങ്ങളെ പലരും ആദ്യത്തിൽ ഉണർന്നിരുന്നാ പറയുന്നത്, എന്നിട്ട് രണ്ടാമത്തേലാണ് ഇത് കൂടുതൽ വന്നത്. അത് ശരിയാ. ഈ മൃഗങ്ങൾ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയുന്നത് അത് അവർക്കൊരു വാർണിംഗ് കിട്ടുന്നുള്ളതാണല്ലോ. അവർക്കൊരു പ്രകൃതിയായുള്ള ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇപ്പൊ ആദിവാസികൾ എന്താ പെട്ടില്ലെന്ന് പറഞ്ഞു അവരവരുടെ സേഫ് സോണിലോട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ കൂടുതൽ ഇപ്പൊ കാടിലോട്ടോ ഈ സാറ് നേരത്തെ പറഞ്ഞ കണക്ക് ഓണക്രോപ്പൊക്കെ അല്ലാത്ത സ്ഥലങ്ങളോ കുറച്ചും കൂടെ സേഫർ ഏരിയയിലോട്ട് പോയി. ഇപ്പൊ നമുക്ക് ഇപ്പം മനുഷ്യർക്ക് കാട്ടിലോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ അതിനുള്ള ഒരു ഫെസിലിറ്റി കൂടെ വേണം. എന്നുവെച്ചാൽ അതാണ് ഈ അവയർനെസ് കൊടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് ഒരു മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ആ വീട് വിട്ടാൻ അല്ല അതാണ് ഭൗതികമാണ്. നമ്മള് പ്രളയത്തിൽ തന്നെ കണ്ടത് ഒന്നും നമ്മൾ നഷ്ടപ്പെടും. ഒരു ഇതുപോലും നമ്മൾ നഷ്ടപ്പെടാതെ, പക്ഷെ അവസാനം പിന്നെ എല്ലാം നമ്മള് കണ്ടില്ലേ ഇപ്പൊ വലിയ കാറുള്ളവരൊക്കെ അവസാനം മറ്റേ ചെമ്പിനകത്തൊക്കെ ഇത് പോകുന്ന കണ്ടില്ലേ. അങ്ങനെ ഒരു ആരും ഇതല്ലേ, എത്രയോ കാറുകൾ വെള്ളത്തിനകത്തൊക്കെ ആയിപ്പോയി. പക്ഷെ ആ ഒരു മെന്റാലിറ്റി നമുക്കില്ല. നമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനം നഷ്ടപ്പെടുത്താൻ തരില്ല. അപ്പം അവിടെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ആണ് വേണ്ടത്. ഒരു ഇതിനകത്ത് നമുക്കിപ്പം അത്യാവശ്യം അതിപ്പം നമ്മള് എന്തായാലും കുറെ നഷ്ടം നമുക്ക് വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ള അതിനൊരു സിസ്റ്റവും കൂടെ വേണം അവർക്ക് പോകാനൊരു ഇതുപോലെ. ഇപ്പൊ അവിടെ ഒരു സ്കൂളിന്റെ കാര്യം പറഞ്ഞില്ല. ആക്ച്വലി പറഞ്ഞാല് പിന്നെ സ്കൂളിലൊക്കെ പക്ഷെ ആ സ്കൂൾ മൊത്തം അങ്ങ് ഇതായി പോയില്ലേ. അതുപോലും ആ സ്ട്രക്ചർ പോലും സേഫ് അല്ല എന്നുള്ളല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ ഇപ്പൊ അതൊരു പാഠ്യ വിഷയം തന്നെ ആകണം. നമ്മളൊരു പക്ഷെ ഈ സിവിക് സെൻസ് ഇല്ലാത്ത ജനതയായി പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളികൾ. പണ്ട് സിവിക്സ് ഒക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു, ഇപ്പോഴത്തെ കുട്ടികൾ അത് പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ പബ്ലിക് നമ്മുടെ ഒരു ബിഹേവിയറും ഒരു കൾച്ചർ അപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ തന്നെ കാണുന്നില്ല എല്ലാ ഇതിലും. ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പിന്നെ ഓരോ ഏരിയ വൈസ് ഇപ്പൊ ഇവിടെ ഇപ്പൊ കൊല്ലം നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തോ വന്നാലും ഇതുവരെ കടലിന്റെ ചെറിയൊരു പ്ലേസ് സുനാമി പക്ഷെ എന്നാലും ബാക്കിയുള്ള ദുരന്തങ്ങളിലെ ഇതെല്ലാം നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പോണത് ശരിയില്ല. അതായത് കഴിഞ്ഞ 20 വർഷത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ കണക്കുകൾ പറയുന്നതേ നമ്മളിപ്പം ബോംബെ മുതൽ മംഗലാപുരം വരെ ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണ് ഈ അതിതീവ്ര മഴ. കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് 20 വർഷമായിട്ട് അത് പിന്നെ
പിന്നെ നോർത്തേൺ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ദക്ഷിണ കേരളത്തിൽ നമ്മൾ വളരെ സുരക്ഷിതരാണെന്ന് ഒക്കെ ഒരുപാട് വിചാരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വിശ്വസിക്കുന്നു, അത്ര നല്ലതല്ല, അങ്ങനെ വിശ്വസിക്കണ്ട. പിന്നെ അല്ല വരുമെന്ന് പറയല്ല, പക്ഷെ ആ ട്രെൻഡ് അത് ഈ അതിതീവ്ര മഴ ട്രെൻഡ് താഴോട്ട് വരികയാണ്. താഴോട്ട് മീൻസ് സൗത്തിലേക്ക് വരികയാണ്. അപ്പം കേരളത്തിന്റെ തീരം എന്ന് പറയുന്നത് ഒട്ടും അത്ര സുരക്ഷിതമല്ല, അത്ര സുരക്ഷിതം. അതിതീവ്ര മഴ നമ്മളെ ഇപ്പൊ ഈ കൊല്ലത്തിന്റെ ഒരു നഗരത്തിന്റെ ഒരു പ്രത്യേകം കൂടെ പറയാം. കൊല്ലം നഗരത്തില് മണ്ണ് ഈ അഷ്ടമുടിക്കായലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, അഷ്ടമുടിക്കായലും അറബിക്കടലും ചേർന്ന് മണലിൽ തീർത്തെടുത്ത ഒരു നഗരമാണ് കൊല്ലം. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു 10-40 മീറ്റർ 50 മീറ്ററിൽ ഒരുപക്ഷെ മണൽ കൂമ്പാരം ഉള്ളത് കൊണ്ട് മഴ പെയ്ത് ഈ ഇപ്പം അതിതീവ്ര മഴ പെയ്താലും താന്നു പോകും, വെള്ളം താന്നു പോകും. പക്ഷെ ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ക്യാൻ ഇൻഫിൽട്രേറ്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുമാത്രം അതിന്റെ താഴേക്ക് ഈ മണ്ണിന്, ഈ മണലിന്, ഈ ജലത്തെ പിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനം. അതിനൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അർബൻ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. ഇതിന്റെ തന്നെ കടൽ തീരമൊക്കെ ആക്ച്വലി പറഞ്ഞ റിസീഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുമ്പം, ഞാൻ ആലപ്പുഴ പഠികളാണ് പഠിച്ചത്. അപ്പം വളരെ ഇപ്പൊ നമ്മള് ഹൈവേയുടെ അപ്പുറത്ത് തന്നെ കടല് കാണാം. അപ്പൊ നാളെ ചിലപ്പോ ഈ ഉണ്ടാക്കുന്ന ഹൈവേയുടെ ഒരു ഭാഗവും കൂടെ പോലും കടലിലേക്ക് പോകുന്നതിന് അത്രയ്ക്ക് റിസീഡ് ചെയ്ത് വരുന്നുണ്ട്. അത് സാറ് പറഞ്ഞ കണക്ക് അതിങ്ങോട്ടും വരാം. ഈ ഒരു കുറെ പേഷ്യൻസ് അഡ്മിറ്റഡ് ആണ്, ഇവർക്ക് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അപ്പൊ അത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ്, ഇങ്ങനെ തിരിച്ച് ഇവരെ കൊണ്ടുവരാനായിട്ട്? അല്ല, റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മസ്റ്റ് ആണ് ഈ ഇതായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളത് ഈവൻ നമ്മുടെ പല IMAയും അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസും ഒക്കെ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കഴിയും, ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്ത് അവർ പോയാലും. പക്ഷെ ഉള്ളി തിങ്ക് പേഷ്യന്റ് വരണം. അതാണ് പലപ്പോഴും നമുക്ക് അവരതിന് വില്ലിങ് ആവണോ വില്ലിങ്, അല്ലെങ്കിൽ അവരതിനേക്കാളും ചിലപ്പോൾ വറീഡ് അബൌട്ട് മറ്റേ സൈക്കോളജിക്കൽ ആസ്പെക്ട്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. അവരുടെ ഫിസിക്കൽ, അത് പൊതുവെ അങ്ങനെയാണ്, നമ്മുടെ ഒരു സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും അതിനുള്ള സിസ്റ്റം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അവരെ വിളിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിനകത്താണ് നമ്മളിപ്പോൾ ഫിസിയോതെറാപ്പിയും അങ്ങനെയൊക്കെയുള്ള റീഹാബിലിറ്റേഷൻ. ഫിസിയോതെറാപ്പി എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് റീഹാബിലിറ്റേഷൻ കൊടുത്ത് അവർ പഴയ രീതിയിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യുന്ന ലെവലിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതാണ് ഐഡിയൽ. സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആണ് ആക്ച്വലി പറഞ്ഞത്. ക്യാമ്പുകളിലൊക്കെ കണ്ടാമിനേഷനും വലിയൊരു പ്രശ്നമാണല്ലോ ഇവരെല്ലാം. അതിനകത്ത് ഇപ്പൊ നമ്മള് ഫാദർ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളതൊരു ഇപ്പൊ ഇവരെ ക്യാമ്പ് ചെയ്ത് നമ്മളൊരു ടെമ്പററി റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് മാറ്റിയാലേ പറ്റും. എന്നുവെച്ചൊരു പെർമനന്റ് ഇവർക്ക് ഒരു വീടോ മറ്റു കാര്യങ്ങളോ ചെയ്ത് അതിന് സമയം എടുക്കുമല്ലോ, 1 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം. ആ സമയത്ത് ഒരു ടെമ്പററി റീഹാബിലിറ്റേഷൻ, ഫാദർ നേരത്തെ പറഞ്ഞ കണക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഇപ്പം അത് ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അവർക്കിപ്പോ വാടക കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വീടുകളോ അല്ലെങ്കിൽ കോളനികളോ തുടങ്ങിയിട്ടുണ്ട്. അത് അതിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ റീഹാബിലിറ്റേഷൻ, ഒരു ടെമ്പററി റീഹാബിലിറ്റേഷൻ. അത് കഴിഞ്ഞ് അവരൊരു പെർമനന്റ് റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടാണ് അവരവരുടെ ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്തായാലും നടക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഈ പറഞ്ഞ അന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും അതിന് മുമ്പുള്ള. അതാണ് നമ്മളുടെ അത്യാധുനിക ടൗൺഷിപ്പ് പോലും പ്ലാൻ ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് വീണാണ് ഒത്തിരി പേര് മരിച്ചത് ഇവിടെ ഈ നമ്മുടെ സുനാമി. അത് ഒഴിവാക്കുന്ന ഒരു വികസന മാതൃക, എല്ലാവരുടെയും ഒരു എന്താ പറയുക നമ്മള് മോഡേണൈസേഷന്റെ ഒരു ഭാഗമാണല്ലോ ഒരു കോൺക്രീറ്റ് കെട്ടിടം എന്ന് പറയുന്നത്. ഒരു ഓലമേഞ്ഞ കെട്ടിടത്തിനേക്കാൾ ഇപ്പൊ തിരിച്ച് നമ്മളിപ്പോ റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ച് കാണാം. തിരിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയിലോട്ടായി. ഈ നമ്മളെ ഈ കുട്ടികളുടെ കാര്യം കൂടെ ഒന്ന് പറയണം. എന്നുവെച്ചാൽ അവര് ഇപ്പൊ ഈ ക്യാമ്പിലൊക്കെ കഴിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവര് ക്യാരംസ് കൊടുക്കുന്നു, അല്ലെ ക്യാരംസ് കളിക്കാനായിട്ട് പല അങ്ങനെയൊക്കെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഓഫർ ചെയ്യുന്ന നമ്മൾ കണ്ടു. ഇവര് ലോങ് ടേം ഈ പഠനത്തിൽ ഇവർക്ക് ഫോക്കസ് നഷ്ടപ്പെടും, അല്ലെ? പേരൻസിന്റെ നഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ വരുമല്ലോ. അതൊക്കെ അമ്മമാരും ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രൂപ്പ് ലൈഫ് വരുമ്പം നാച്ചുറലായിട്ട് അവരങ്ങ് നോർമലൈസ് ചെയ്ത് വരും. അതിനുള്ള ഗെയിംസും വേണം. ഒരു പക്ഷേ ഇവരെ കൊണ്ട് ഈ വിഷമമുള്ള കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കണം. അങ്ങനെ അതെല്ലാം ഒന്ന് എക്സോസ്റ്റ് ചെയ്ത് എടുത്തു വരുമ്പം ഒരു നോർമലൈസ് ചെയ്ത് വരുന്ന, അതായത് പേരൻസ് ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ അവരാരത്തെ പറയുന്നത് തുറന്ന് പറയാനായിട്ടുള്ള വേദികള്
ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വോളണ്ടിയേഴ്സും എനിക്ക് തോന്നുന്നു ഫാദർ പറഞ്ഞ പോലെ കുട്ടികളെ കുറച്ചുകൂടെ എളുപ്പമാണ് അഡൽസിനേക്കാളും നമുക്ക് റിഹാബിലിറ്റേഷൻ. അവരിപ്പം ഇപ്പൊ അവരൊക്കെ ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ വരയ്ക്കാൻ, അപ്പൊ അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാമല്ലോ. അപ്പൊ അത് വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഈ കൗൺസിലേഴ്സിന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ ഉള്ളി തിങ് അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർ ഈ സ്കൂളിങ് അവർക്ക് നഷ്ടപ്പെടുത്തും അല്ലെ. അപ്പൊ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്കൂളോ വന്നിട്ട് അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റും ആ സമയം. അപ്പം പറയില്ലേ, ഇപ്പൊ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊക്കെ അവർക്കൊരു മെന്റൽ ട്രോമ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ കോവിഡ് വന്നപ്പോ നമുക്ക് ഓൺലൈൻ വരെ പ്രൊവൈഡ് ചെയ്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, അതൊന്നും പറ്റായിക്കൊന്നുമല്ല. പക്ഷെ ഇതിനെ കുറിച്ച് എല്ലാം നമ്മൾ ആലോചിക്കണം, ഓരോരോ ആലോചിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനിടയിൽ എൻ്റെ ഒരു ആശങ്ക, കുറച്ച് ആളുകളെങ്കിലും അവിടെ നിന്ന് ഇനി മാറി താമസിക്കാനായിട്ടുള്ള ഒരു ചിന്ത തുടങ്ങി കാണണം. കാരണം ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു സുരക്ഷിത മേഖലയല്ല എന്നുള്ള ഒരു രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോ അങ്ങനെ ഒരു ആങ്സൈറ്റി അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പോ ഒരു സർക്കാരിന് മാത്രം ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ആങ്സൈറ്റിയിൽ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ അവിടെ കാണുന്നത്. അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് എനിക്കൊന്ന് ഈ പറഞ്ഞത് ഇമ്പോർട്ടന്റാ. അച്ഛൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ഇപ്പൊ 2023 399 പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് കൂടിക്കൊണ്ട് മരണനിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി വരാൻ അല്ലെ, ഇനി ഒട്ടനവധി ഇതേക്കുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിന് സാർ ഫൈനൽ വേർഡ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വയനാട് സംഭവിച്ചതുപോലെയുള്ള പശ്ചിമഘട്ട മലനിരകളിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാങ്കേതിക വിദ്യയിൽ ഊന്നിയിട്ടുള്ള പരിഹാരങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സെൻസേഴ്സ്, അങ്ങനെയുള്ള ഒരു എയർലി വാർണിംഗ് സിസ്റ്റം കൊടുത്തക്ക രീതിയിൽ. അത് ഉണ്ടെങ്കിൽ പോലും അവിടെ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യര് അവർക്ക് ഉണ്ടാകേണ്ടുന്ന അവബോധം വളരെ പ്രധാനമാണ്. അപ്പൊ അവർക്ക് തന്നെ ഇതിന്റെ തീരുമാനം ഇപ്പം നമുക്ക് എന്താണ് ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഒരു പക്ഷേ ഫാദർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമല്ല, ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ദുരന്തമാണ്. പക്ഷെ ആ സ്വാഭാവികമായും ഉള്ള ദുരന്തത്തിന്റെ വഴിയിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാധിക്കപ്പെട്ടത് എന്നുള്ളത്. സ്വാഭാവികമായി വന്ന ദുരന്തത്തിന്റെ വഴി നമ്മൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ബാധിക്കപ്പെട്ടത്. അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഈ രണ്ട് കാര്യങ്ങൾ ജനകീയമായ, ഇപ്പം നമ്മുടെ ഇത്രയും ഈ ത്രിതല പഞ്ചായത്തൊക്കെ ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്ന കേരളത്തിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താം. ഈ ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ സാങ്കേതിക വിദ്യക്ക് എന്തുമാത്രം ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫൈനൽ വേർഡ് അല്ല. ഞങ്ങൾ ഇവിടെ നടത്തിയൊരു എളിയ ചർച്ച ഇതൊരു തുടക്കം മാത്രമാണ്. പല ചർച്ചകൾക്കും ഇതൊരു തുടക്കമാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ റേഡിയോ ബെൻസിയുടെ പേരിൽ നന്ദി പറയാണ്. നന്ദി, നമസ്കാരം.